ഇതൊരു പ്രതീകാത്മക വീഡിയോ ആണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ പല ആത്മഹത്യകളും അരങ്ങേറി വരുന്നതെന്നാണ് കേൾക്കുന്നത്. തൃശ്ശൂർ അങ്ങനെ പല സ്ഥലങ്ങളിലും ഗാർഹിക പീഡനം മൂലം ആത്മഹത്യകൾ പെരുകി വരികയാണ്. ഇത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. പലപ്പോഴും മാതാപിതാക്കൾ തീരുമാനമെടുക്കാൻ വൈകുന്നത് വഴി പല ആത്മഹത്യകളും ഉണ്ടാകുന്നതായിട്ടാണ് റിപ്പോർട്ട്. അപ്പം മാതാപിതാക്കൾ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി പെട്ടെന്ന് തീരുമാനമെടുത്തില്ലെങ്കിൽ ഒരു ജീവിതം തന്നെ ഇല്ലാണ്ടാവാൻ അധികം സമയം വരില്ല. അപ്പോൾ അതിനാൽ ഇത്തരം സംഭവങ്ങൾ നിങ്ങളുടെ അടുത്ത് വേദനയോടുകൂടി അവർ പറയുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കേട്ട് അതിനൊരു തീരുമാനം പെട്ടെന്ന് തന്നെ എടുക്കണം. അല്ലെങ്കിൽ പല വിഷമങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം പീഡനങ്ങൾ ഇല്ലാണ്ട് നോക്കലാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യങ്ങൾ. പക്ഷേ ഇങ്ങനത്തെ ദുർഭാഗ്യപരമായി പല വീടുകളിൽ അരങ്ങേറുകയാണ്. ഇത് ഒരു മാനസിക പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പിന്മാറാനാണ് ഞാൻ ഈ അവസരത്തിൽ അഭിപ്രായപ്പെടുന്നത്. ഞാൻ പറയുന്ന ടാട്ടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചോണോ? നിന്റെ തപ്പടിയെ നക്കാപ്പിച്ച കാശിൽ നിന്ന് തലയിറങ്ങിയിട്ടുണ്ട്. മോളെ, ഒരു കുടുംബമൊക്കെ ആകുമ്പോൾ ഇതൊക്കെ സാധാരണയാണ്. നീ അവനോടൊന്നും പറയാൻ നിൽക്കണ്ട. കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനാവും നോക്ക്. ഇനി എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അച്ഛൻ്റെ അവസ്ഥ എനിക്കറിയാലോ ഇപ്പോഴത്തെ. ഇനി ഇതും കൂടി നാട്ടുകാരറിഞ്ഞാൽ അച്ഛനിനി പുറത്തിറങ്ങാൻ പറ്റൂല മോളെ. നിങ്ങളൊക്കെ ഒരു അച്ഛനാണോ? കഴിഞ്ഞ 10-22 കൊല്ലം അവൾ നിങ്ങൾക്കൊരു ബാധ്യതയായിരുന്നോ? സ്വന്തം മോളെ നരകത്തിലേക്ക് എറിഞ്ഞെടുത്തിട്ടല്ല അഭിമാനം നോക്കേണ്ടത്. അവരെ ഞാനറിയാം. പിന്നെ ഒരു കാര്യം കൂടെ, ഞാനൊക്കെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇടപെടുന്നതാ. അരുതാത്തൊന്നും സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങളൊന്നുകൂടി അങ്ങ് ആലോചിച്ചാളി. മോളവിടെ റെഡി ആയി നിന്നു. അച്ഛൻ കൂട്ടാൻ വരുന്നുണ്ട്. ഇനി അവിടെ നിൽക്കണ്ട.